ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിൽ ഒന്നായ ഗുജറി മഹലിന് മുന്നിലാണ്. മധ്യപ്രദേശിലെ ചരിത്ര നഗരമായ ഗോളിയാറിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മ്യൂസിയത്തിനെ സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നും ഗോളിയാർ ഫോർട്ട് മ്യൂസിയം എന്നും അറിയപ്പെടുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ തോമർ രാജവംശത്തിലെ രാജാവായ മാൻസിംഗ് തോമർ തൻ്റെ പ്രിയപ്പെട്ട ഗുജാരി ഭാര്യയായ മൃഗ്നയനിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. അതുകൊണ്ട് തന്നെ ഗുജാരി മഹലിനെ പ്രണയത്തിൻ്റെ സ്മാരകമായിട്ട് കണക്കാക്കപ്പെടുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഇന്ത്യൻസിന് 20 രൂപയും ഫോറിനേഴ്സിന് 400 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പ്രവേശന കവാടത്തിനുള്ളിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹീറോ സ്റ്റോണുകളാണ്. യുദ്ധത്തിൽ മരണപ്പെടുന്ന യോദ്ധാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ് ഈ ഹീറോ സ്റ്റോണുകൾ. ഹിന്ദു ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ശില്പങ്ങളും പ്രാചീനമായ നാണയങ്ങളും ടെറാക്കോട്ട പോട്ടറി ഐറ്റംസുകളും വിവിധങ്ങളായ ലിപികളും പെയിൻറ്റിങ്സും വെപ്പൺസുകളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങളീ പോകുന്നത് ഗുജാരി മഹലിനുള്ളിലേക്കാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇതൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണെങ്കിലും ശരിക്കും ഇതൊരു കൊട്ടാരമായിരുന്നു. ആ ഒരു കൊട്ടാരത്തിന് പിന്നിലൊരു കഥയുണ്ട്. നമ്മുടെ രാജാവിന് 8 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ഒരു വേട്ടയാടൽ യാത്രയ്ക്കിടെ കണ്ടുമുട്ടിയ മൃഗ്നയനി എന്ന പെൺകുട്ടിയെ രാജാവിന് ഇഷ്ടപ്പെടുകയും 9ാമത്തെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മൃഗ്നയനിയാവട്ടെ മറ്റ് 8 രാജ്ഞികളോടൊപ്പം രാജകൊട്ടാരത്തിൽ താമസിക്കില്ലെന്നും തൻ്റെ ഗ്രാമത്തിൽ താമസിച്ചിരുന്നതിനാൽ സ്വതന്ത്ര ജീവിതം നയിക്കണമെന്നും കൊട്ടാരത്തിൽ റായ് നദീതല സാന്നിധ്യം വേണമെന്നും ഒരു നിബന്ധന വെച്ചു. ഈ നിബന്ധനകൾ അംഗീകരിച്ച രാജാ മാൻസിംഗ് തോമർ പ്രവേശന കവാടത്തിൽ തന്നെ അവർക്കായി ഒരു കൊട്ടാരം പണികഴിപ്പിക്കുകയും ഇത് പിന്നീട് ഗുജാരി മഹൽ എന്നറിയപ്പെടുകയും ചെയ്തു. ഈ മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്കൊരു ഗൈഡിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓരോ കവാടങ്ങളിലും QR കോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു QR കോഡ് വഴി നമുക്കിവിടുത്തെ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയാൻ കഴിയും. ഈ കാണുന്നതാണ് മഹിഷാസുരമർദ്ദിനി. ദേവന്മാരെ ഉപദ്രവിച്ചിരുന്ന മഹിഷാസുരനെ വധിക്കാനായി ദുർഗാദേവി അവതരിക്കുന്നതാണ് ഈ ഒരു സ്കൾപ്ചറിലുള്ളത്. AD 1200-കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചന്ദേരി, സിംബൂർ, ബെറോഡി ലിപികളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഡെക്കറേറ്റീവ് പില്ലേഴ്സുകളാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ബുദ്ധ ഗാലറിയിലേക്കാണ്. ഇതൊരു സ്റ്റാൻഡിങ് ബുദ്ധയാണ് കേട്ടോ. ഇത് 5-ാം നൂറ്റാണ്ടിലുള്ളൊരു സ്കൾപ്ചറാണ്. അതിൻ്റേതായിട്ടുള്ള കേടുപാടുകൾ അത് സംഭവിച്ചിട്ടുമുണ്ട്. ഈ ബുദ്ധ ഗാലറിയിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോധി ട്രീയുടെ സ്കൾപ്ചറായിരുന്നു. കൂട്ടത്തിലെ ഏറ്റവും വലിയൊരു ബുദ്ധൻ്റെ ശില്പമായിരുന്നു ഈ കാണുന്നത്. അടുത്തതായി AD 5th and 6th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഡാൻസിങ് ഗണേശിൻ്റെ നിരവധി രൂപങ്ങളാണ്. ഇവയെ കൂടാതെ ചൈൽഡ് ഗണേശിൻ്റെ ശില്പങ്ങളും ഇവിടെയുണ്ട്. കാണാൻ പറ്റുന്ന മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് കേട്ടോ. ഇത് മത്സ്യമാണ്, ഇത് കൂർമ്മം, ഇത് വരാഹം, ഇത് നരസിംഹൻ, ഇത് വാമനൻ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ബലരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, കൽക്കിയുണ്ട്. അതൊന്നും വന്നിട്ടില്ല. ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തമായിട്ട് കൊത്തുപണി ചെയ്തൊരു തൂണിൻ്റെ ഭാഗമാണിത്. പിന്നെ അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു പന്നിയാണ്. ഈ ഒരു ശില്പത്തിൽ മുഴുവൻ കൊത്തുപണികളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു കൊത്തുപണികൾ മുഴുവൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് 5th സെഞ്ചുറിയാണ്. 5th സെഞ്ചുറിയിലുള്ള ഒരു കെട്ടിടത്തിലേക്കുള്ള ഒരു വാട്സാണ്. ഈ കാണുന്നത് തീർത്ഥങ്കരൻ്റെ ശില്പങ്ങളാണ്. ബുദ്ധനെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ബുദ്ധനല്ല. ത്രിതങ്കരൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സന്യാസത്തിലൂടെ പൂർണ്ണജ്ഞാനം നേടിയ മനുഷ്യരെന്നാണ്. ഇനി നമുക്ക് കുറച്ച് വെപ്പൺസുകൾ കാണാം. ശരിക്കും ഇവിടേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. ഗുജാരി മഹലിൻ്റെ ബാക്കി കാഴ്ചകൾ മറ്റൊരു വീഡിയോയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.